ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെന്റൽ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 വേൾഡ് വുമൻസ് ഡേ ആണ്. എല്ലാവരും വനിതാ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമുക്ക് വനിതകൾക്കായി അല്ലെങ്കിൽ സ്ത്രീകൾക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇന്ന് ഞാൻ അടങ്ങുന്ന എല്ലാ സ്ത്രീകൾക്കും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് നമ്മളോട് പറയാനുള്ളത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസത്തിലെ സമയം അത് നമ്മൾ അധികമായിട്ടും നമ്മൾ വീട്ടുജോലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വയം, അതായത് നമ്മുടെ സെൽഫ് കെയർ നമ്മൾ വളരെയധികം കുറവാണ് കൊടുക്കുന്നത്. പണ്ട് കാലത്തെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അവരുടെ ശരീരത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. നമ്മളെക്കാളും അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കുറച്ചുകൂടിയൊക്കെ യൂട്യൂബ് പോലുള്ള ചാനലുകൾ വന്നപ്പം നമ്മൾ സെൽഫ് കെയർ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സെൽഫ് ലവ് ആണ്. അതായത് നമ്മളെ തന്നെ സ്നേഹിക്കണം. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കുന്നില്ല, നമ്മളെ പരാതി കേൾക്കാൻ മറ്റുള്ളവരില്ല എന്ന് നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളെ വിഷമങ്ങളും നമ്മളെ സന്തോഷങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അതായത് നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നമ്മൾ എന്തിനാണ്? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ജോലിക്ക് പറഞ്ഞേക്കുക, വീണ്ടും ഉച്ചയ്ക്കുള്ള ഭക്ഷണം, പിന്നെ വൈകുന്നേരത്തിനുള്ളത്, പിന്നെ വീണ്ടും കുട്ടികൾ വരുമ്പം അവർക്കുള്ള ഭക്ഷണങ്ങൾ, പിന്നെ രാത്രി ഭക്ഷണം, പിന്നെ വീണ്ടും എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പുന്നത്. അങ്ങനെ ഒരു ഡെയിലി ഒരു വീട്ടിൽ നടക്കുന്ന, അതായത് ഒരു നോർമൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാം എൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ ശരിയാവണം, അത് ശരിയാക്കണം എന്ന് വിചാരിച്ച് ജീവിക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അത് പല സമയത്ത് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പ്രധാനമായിട്ടും നമുക്ക് രാവിലെ മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് രാവിലെ എണീറ്റ ഉടനെ മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊരു പക്ഷേ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല ഒരു ഡീടോക്സിഫൈങ് ഡ്രിങ്ക് കുടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ വേറെ വല്ല ജ്യൂസ് കുടിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രാവിലെ തുടങ്ങുന്നതാണ് വളരെ നല്ലത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം. അത് നമുക്ക് വേണമെങ്കിൽ രാവിലെ എണീറ്റ് നമ്മുടെ എല്ലാ റൊട്ടീൻസും കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പേജ് വായിക്കാം, അല്ലെങ്കിൽ ഒരു 10 പേജ് ഞാൻ ഡെയിലി വായിക്കുന്നു നമ്മൾ വിചാരിക്കുക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു റൊട്ടീനിലേക്ക് നമ്മൾ തീർച്ചയായും വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ കുറിച്ച് എപ്പോഴും മനസ്സിൽ നമ്മൾ എന്താണോ വിചാരിക്കുക അതാണ് ശരിക്കും പ്രാവർത്തികമാവുക. അതായത് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് സ്വയം എനിക്കത് അറിയില്ല, എനിക്കിത് കഴിയില്ല, എനിക്കിത് പറ്റില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈവൻ അത് പെയിൻറ്റിങ് ആയിരിക്കാം, ഡ്രോയിങ് ആയിരിക്കാം, അങ്ങനെ നമുക്ക് വായിക്കാനായിരിക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വാല്യൂബിൾ ആയിട്ടുള്ള ആ ഒരു ടൈം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പ്ലാൻ അവർ ഡേ. അതായത് ഒരു ദിവസം നാളെ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒരാഴ്ച നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി അത് എഴുതി വെക്കുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നമ്മൾ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്, അതുപോലെ തന്നെ ലഞ്ചിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഡിന്നറിൽ നിന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരപ്രദമാകും. അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് എന്താ കറി ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് എന്താ ഉപ്പേരി ഉണ്ടാക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് നമ്മൾ ടു ഡു ലിസ്റ്റ് പോലെ നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിനായിട്ടൊരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡയറി പോലെ നമ്മുടെ കയ്യിലൊരു പോക്കറ്റ് ഡയറി വെച്ച് കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് നമുക്കൊന്ന് മെൻഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ മറന്നു പോകില്ല ഓരോ കാര്യങ്ങൾ. നമുക്കിപ്പം ആരെങ്കിലും കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പൈസ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതുണ്ട്,
അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് നമ്മൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടു ഡു ലിസ്റ്റ് ചെയ്യുകയും ഡെയിലി നമുക്കത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അത് ടിക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേജ് നമുക്ക് ആ ഒരു വർക്ക് നമുക്ക് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഓരോ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ മറന്നുപോയത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും വെക്കുക. മൂന്നാമതായിട്ട് എനിക്ക് പറയേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ. അതായത് നമ്മുടെ വയസ്സ് കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല. നമ്മൾ മിക്കവരും നമ്മൾ കഴിക്കുക എന്താണ്, കുട്ടികൾ ബാക്കിയാക്കി വെച്ചത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ബാക്കിയാക്കി വെച്ച ഫുഡും അല്ലെങ്കിൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ ബാക്കിയാവുന്ന ഭക്ഷണമാണ് മിക്ക ആൾക്കാരും കഴിക്കാറ്. അപ്പോൾ ഒരിക്കലും അത് പാടില്ല. നമ്മളും അതിലെ ഒരു ഭാഗമാണ്. നമ്മൾ കഴിക്കുന്നത് എപ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒരുപാട് ചോറും ഒക്കെ കഴിക്കുന്നതിന് പകരം കുറച്ച് ചോറും അതുപോലെ തന്നെ ഉപ്പേരികൾ നമ്മൾ ധാരാളമായി കഴിക്കുക. വെജിറ്റബിൾസ് നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ആൽമണ്ട്, ബദാം, ആൽമണ്ട്, അതുപോലെ തന്നെ വാൾനട്ട്, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ പാട നീക്കിയിട്ടുള്ള പാല് നമുക്ക് ദിവസം കഴിക്കാവുന്നതാണ്. ഇതൊക്കെ മുട്ട കഴിക്കാം. ദിവസം ഒരു 2 മുട്ട സ്ത്രീകൾക്ക് കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അതുപോലെ തന്നെ നമുക്ക് അത് കൂടാതെ 2 മുട്ടയുടെ വെള്ള വേണമെങ്കിലും നമുക്ക് കഴിക്കാം. വേറെ ഭക്ഷണമൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാതെ വെറും മുട്ട മാത്രമാണ് കഴിക്കുന്നത്, നമുക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ, അതായത് നമുക്കൊരു പ്രായം കൂടും തോറും നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ മിനറൽസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വളരെയധികം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ഫുഡുകൾ നമ്മൾ കഴിക്കണം. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമ്മൾ പ്രായമാവും തോറും നമ്മൾ എനർജറ്റിക് ആയിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മുടെ മനസ്സിൻ്റെ കൂടെ നമ്മുടെ ശരീരവും നമ്മുടെ കൂടെ വരുള്ളൂ. അപ്പോൾ മറ്റേതെന്താ പറ്റുക, നമുക്ക് ആഗ്രഹമുണ്ട് പോകണമെന്ന്, പക്ഷെ നമുക്ക് കാലുവേദന, മുട്ടുവേദന, അല്ലെങ്കിൽ നമുക്ക് ജോയിൻറ്റ് പെയിൻ വരിക, അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് ബലമില്ലാതാവുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും. ഈവൻ പല്ലിൻ്റെ കാര്യങ്ങൾ എടുത്താലും പല്ലുകൾ പൊടിഞ്ഞു പോവുക, പല്ലുകൾ വേഗം കേട് വന്നു പോവുക, അങ്ങനെ പല കാരണങ്ങളും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണം, കുട്ടികൾ വളരട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ പാല് കൊടുക്കുമ്പോഴും മുട്ട കൊടുക്കുമ്പോഴും നമ്മൾ കഴിക്കാനും അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വളരെയധികം റിലാക്സേഷൻ കിട്ടുന്ന ഒന്നാണ് ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒന്നുമല്ല, യഥാർത്ഥത്തിൽ അതൊരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ കൂടെ നമ്മളത് ഇമാജിൻ ചെയ്യണം. അത് നമ്മളൊരു മെഡിറ്റേഷൻ ഫോമിൽ ചെയ്യുമ്പോഴെന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണടച്ച് ശാന്തമായിട്ടുള്ളൊരു ഏരിയയിൽ ഇരിക്കുക, നന്നായിട്ടൊരു എയർ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എയർ വെന്റിലേഷനുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ നന്നായിട്ട് ശ്വാസം വലിക്കുക. എന്നിട്ട് സ്ലോലി നമ്മൾ ആ എയർ പുറത്തോട്ട് വിടുക. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക. ഒപ്പം നമ്മൾ ബ്രീത്തിങ് എക്സസൈസും കൂടി ചെയ്തു കൊടുക്കുക. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. മെഡിറ്റേഷനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാത്തവർ അതെന്തായാലും പോയി കാണും. അപ്പോൾ ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്താലെന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്, അതായത് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അത് അതായത് ഹാപ്പിയായി നിർത്താൻ നമുക്ക് സാധിക്കും. നമുക്ക് പല ഡെസിഷൻസും, നമുക്കൊരു ഡേ ഫുൾ നമുക്ക് എനർജറ്റിക് ആയിട്ട് നിർത്താനും ഇത് സഹായിക്കും. അതുപോലെ തന്നെയാണ് യോഗയിലും അത്തരത്തിലുള്ള യോഗ ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള നമുക്ക് മൈൻഡ്ഫുൾനെസ്സും അതുപോലെ തന്നെ റിലാക്സേഷനും ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എക്സസൈസാണ്. എക്സസൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ PCOD ഇല്ലാത്ത ഒരു സ്ത്രീയും ഇല്ല, മിക്ക ആൾക്കാർക്കും PCOD ഉണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് ആണ്. ഹോർമോൺ വേരിയേഷൻ വരാനുള്ള കാരണം നമ്മളെ ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ നമ്മളുടെ തടി കൂടി വരാനും ഒക്കെ അതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഈ PCOD ഉള്ള PCOD എന്നല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് വണ്ണാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ രാവിലെയാണോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം, രാത്രിയാണോ ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ തടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ഓട്ടോമാറ്റിക്കലി വേറൊരാൾ നമ്മളെ കളിയാക്കിയിട്ട് പറയാം, ഭയങ്കര തടിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പിയറൻസിൽ നമ്മളെ കമ്പാരിസൺ വെക്കും, നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ആയല്ലോ, എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിനകത്ത് ചെറുതായിട്ടൊരു വിഷമം വരുത്തും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ മെലിഞ്ഞിരിക്കുക എന്നുള്ളത്. ആർക്കും പണ്ടത്തെ കാലത്തൊക്കെയാണ് തടിച്ചവരാണ് നല്ല ഭംഗിയുള്ളവരെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും മെലിഞ്ഞിരിക്കാനാണ് ആഗ്രഹം. അപ്പോൾ മെലിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മസിൽസ്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ഡെയിലി വർക്കൗട്ട് ചെയ്യുക. അത് ഒരു പക്ഷേ സൂംബ ആയിരിക്കാം, അല്ലെങ്കിൽ യോഗയായിരിക്കാം, അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ആയിരിക്കാം, എന്താണോ, അല്ലെങ്കിൽ സൈക്ലിംഗ്, എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ചിലപ്പോൾ ഒരാൾക്ക് വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറടി ആയിരിക്കും, അവർ പോയിട്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിന് ഹാപ്പി ആയിരിക്കുന്നത്, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും, പക്ഷെ നമുക്കൊരു ഡാൻസ് ക്ലാസ് പോയി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമുക്ക് സൂംബ വീട്ടിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സൂംബ ഓണാക്കിയിട്ട് നമുക്ക് സൂംബ ഒരുപാട് ചാനൽസ് ഉണ്ട് യൂട്യൂബിലായാലും ഒക്കെ, അപ്പോൾ നമുക്ക് അത് ഇട്ടിട്ട് നമുക്ക് സൂംബ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ സൂംബ കളിക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് കുറയും ചെയ്യും, ഒപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും. അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കാൻ നോക്കുക. അതായത് ഇന്നത്തെ കാര്യം ഇന്ന് നമ്മൾ ചെയ്യുക. അതായത് ഇന്നത്തെ ഓരോ മൊമെൻറ്റും നമ്മൾ ഹാപ്പിയായി എൻജോയ് ചെയ്ത് നമ്മൾ ജീവിക്കുക. ഓരോ കാര്യം സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, ഇന്ന് ദുഃഖിക്കേണ്ടത് ഇന്ന് ദുഃഖിക്കുക. അല്ലാതെ നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ദുഃഖിക്കാനോ നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടാനോ വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വനിതാ ദിനത്തിൽ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വുമൻസ് ഡേ നേർന്നുകൊണ്ട് ബൈ.